ഒരാഴ്ചയായി ധർമ്മസ്ഥലയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ടിവിയിലും മറ്റ് മാധ്യമങ്ങളിൽ വാർത്തകൾ കണ്ടിരിക്കാം. ധർമ്മസ്ഥലയിൽ ഈ പ്രത്യേക അന്വേഷണ സംഘം വിവിധ സ്ഥലങ്ങളിൽ അവരുടെ ഖനനം ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ കുഴിച്ചു നോക്കുമ്പോൾ അതിനിടയിൽ ഈ മനുഷ്യ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയോ ഇല്ലയോ എന്നറിയാൻ നമുക്കൊരു ആകാംക്ഷയും കൗതുകവുമുണ്ട്. ചില വാർത്താ ചാനലുകളിൽ ഒന്നും കണ്ടെത്തിയില്ല എന്ന് പറയുന്നു. മറ്റു ചില സ്ഥലങ്ങളിൽ പാൻ കാർഡ്, ഡെബിറ്റ് കാർഡ് കിട്ടിയെന്ന് പറയുന്നു. ചില വാർത്തകളിൽ ഇല്ലില്ല, ചില മനുഷ്യന്റെ റിമൈൻസ് ലഭിച്ചിട്ടുണ്ട് എന്നും പറയുന്നു. അപ്പോൾ കഴിഞ്ഞ 4-5 ദിവസമായി കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുഴിക്കുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള വസ്തുക്കൾ അവിടെ നിന്ന് കണ്ടെത്തി, ഏത് സ്ഥലങ്ങളെല്ലാം അവർ കുഴിച്ചു നോക്കി, ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് വീഡിയോയിലൂടെ വളരെ ഡീറ്റെയിൽഡായി അറിയാം. ഇതിനകം നമുക്കെല്ലാവർക്കും ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ട്. ഇതിനകം ധർമ്മസ്ഥലയിൽ ജോലി ചെയ്ത ഒരു ശുചിത്വ തൊഴിലാളി വർഷങ്ങൾക്ക് ശേഷം പോലീസിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ധർമ്മസ്ഥലയിലെ നേത്രാവതി നദീതടത്തിൽ നിരവധി സ്ത്രീകളുടെ മൃതദേഹം താൻ കുഴിച്ചിട്ടിട്ടുണ്ട്. 100 കണക്കിന് സ്ത്രീകളുടെ ഡെഡ് ബോഡി ആയിരുന്നു താൻ അവിടെ കുഴിച്ചിട്ടത് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമായിരുന്നു പറഞ്ഞത്. ഈ ഒരു വാർത്ത ഇന്ത്യ മുഴുവനും വളരെ സെൻസേഷണലായി മാറി. അവസാനം ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും സമ്മർദ്ദത്തെ തുടർന്ന് കർണാടക സർക്കാർ ഇത് അന്വേഷിക്കാനായി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. ഇപ്പൊ ഈ പ്രത്യേക അന്വേഷണ സംഘം ഈ വിസിൽ ബ്ലോവറിനെ അന്വേഷിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് മൊത്തം 18 സ്ഥലങ്ങൾ അദ്ദേഹം കാണിച്ചു കൊടുത്തു. ഈ ഒരു സൈറ്റിൽ നിങ്ങൾ കുഴിച്ചു നോക്കിയാലൊക്കെ മതിയെന്ന്. എന്നാൽ ഈ SIT ടീം, ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, അവരുടെ ഒരു സൈഡിൽ നിന്നും അന്വേഷണം നടത്തിയിട്ട് ഈ പറയുന്ന 11 സ്ഥലങ്ങളും ഞങ്ങളെ കൊണ്ട് കുഴിച്ചു നോക്കാൻ സാധിക്കില്ല, ഇതിൽ 13 ഇടങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ 13 സ്ഥലങ്ങൾ അവർ മാർക്ക് ചെയ്തു. ആ മാർക്ക് ചെയ്ത ഓരോ സ്ഥലങ്ങൾക്കും സ്ട്രോങ് ആയ സംരക്ഷണവും ഏർപ്പെടുത്തി. അതിനുശേഷം ഇദ്ദേഹം പറഞ്ഞു എന്നതിനു വേണ്ടി അങ്ങനെ പെട്ടെന്ന് തന്നെ കുഴിച്ചു നോക്കാനും സാധിക്കില്ല. ആദ്യം SIT ടീം ചെയ്യുന്നത് ഡ്രോണുകൾ ആദ്യം പറപ്പിച്ചു. ഈ 13 സ്ഥലങ്ങളുടെയും ഒരു ഫോട്ടോ എടുത്തു. അത് അപ്രൂവലിന് വേണ്ടി തയ്യാറാക്കുന്നു. ഒടുവിൽ ഈ പ്രാദേശിക റവന്യൂ ഓഫീസറിൽ നിന്നും ഔദ്യോഗികമായി ഒരു അനുമതി വാങ്ങുന്നു. ഞങ്ങൾ ഈ 13 സ്ഥലങ്ങളാണ് കുഴിക്കാൻ പോകുന്നത് എന്ന്. അങ്ങനെ പെർമിഷനൊക്കെ വാങ്ങി അവസാനിച്ചതിനു ശേഷം ജൂലൈ മാസം 29-ാം തീയതിയാണ് ആദ്യത്തെ സൈറ്റിൽ അവർ കുഴിക്കാൻ തുടങ്ങിയത്. ഈ വിസിൽ ബ്ലോഗർ പറഞ്ഞതനുസരിച്ച് SIT ടീമിന്റെ അന്വേഷണത്തിനും ശേഷം ഒരു 13 സ്ഥലങ്ങൾ നോട്ട് ചെയ്തല്ലോ. ഇതിൽ 8 സ്ഥലങ്ങൾ നേത്രാവതി നദിയുടെ തീരത്താണുള്ളത്. അടുത്ത 3 സൈറ്റുകൾ ഇത് ഈ നദിയുടെ അരികിൽ ഒരു ഹൈവേ ഉണ്ട്. ആ ഹൈവേക്ക് അടുത്താണ് കുഴിച്ചിട്ടത്. അതിനുശേഷം ഈ ഹൈവേക്ക് അടുത്ത് തന്നെ കന്യാടി എന്ന മറ്റൊരു സ്ഥലമുണ്ട്. ആ ഒരു ഏരിയയിൽ 2 ഡെഡ് ബോഡി കുഴിച്ചിട്ടുവെന്നും പറയുന്നു. പിന്നീട് നേത്രാവതിയിൽ നിന്നും അച്ചിക്കുറിയിലേക്ക് പോകുന്ന ഒരു വഴിയുണ്ട്. അവിടെ മറ്റൊരു മൃതദേഹം കുഴിച്ചിട്ടുവെന്നും അദ്ദേഹം പറയുന്നു. അങ്ങനെ 13 സ്ഥലങ്ങളിൽ കൃത്യം എവിടെയാണ് കുഴിക്കേണ്ടത് എന്നുള്ളതെല്ലാം നോട്ട് ചെയ്ത് ഓരോന്നായി കുഴിക്കാൻ തുടങ്ങി ആദ്യം മുതൽ. ഇവർ ആദ്യം ചെയ്യുന്നത് 29-ാം തീയതി ആദ്യത്തെ സൈറ്റിൽ 8 അടി ആഴത്തിലും ഒരു 16 അടി വീതിയിലും കുഴിക്കുന്നു. നമ്മെക്കൊണ്ട് എത്രത്തോളം ആഴത്തിൽ കുഴിക്കാൻ സാധിക്കുമോ അത്രത്തോളം ആഴത്തിൽ തന്നെ കുഴിച്ചു നോക്കി. ഇത്രയും ആഴത്തിൽ കുഴിച്ചു നോക്കിയിട്ടും SIT ഉദ്യോഗസ്ഥർക്ക് ആദ്യത്തെ സൈറ്റിൽ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. ഇതിനുശേഷം അവർ ചെയ്തത് തുടർന്ന് 30-ാം തീയതിയും കുഴിക്കാൻ തുടങ്ങി. സൈറ്റ് നമ്പർ 2, 3, 5 ഇവിടങ്ങളിൽ കുഴിക്കാൻ തുടങ്ങി. ചിലയിടങ്ങളിൽ വളരെ ഡീപ്പായി തന്നെ കുഴിച്ചു നോക്കുന്നു. ചിലയിടങ്ങളിൽ ആ ഒരു പ്രദേശത്തിന്റെ സ്വഭാവം കണക്കിലെടുത്ത് 3 അടി 4 അടി അകലം ഇങ്ങനെയെല്ലാം കുഴിച്ചു നോക്കുന്നു. എന്നാൽ ഇങ്ങനെ 2-3 ദിവസം തുടർച്ചയായി കുഴിച്ചു നോക്കിയതിനു ശേഷവും ആദ്യത്തെ 5 സൈറ്റിൽ നിന്നും അവർക്ക് ആവശ്യമായ തെളിവുകളൊന്നും ലഭിച്ചില്ല. അതായത് ഒരു തരത്തിലുള്ള മനുഷ്യന്റെ റിമൈൻസും അവിടെ നിന്ന് ലഭിച്ചില്ല. പകരം അവർ കണ്ടെത്തുന്നത് ഒരു വ്യക്തിയുടെ പാൻ കാർഡ് കണ്ടെത്തി. അതിനുശേഷം ഒരു ഡെബിറ്റ് കാർഡും കണ്ടെത്തുന്നു. മനുഷ്യന്റെ റിമൈൻസ് ഒന്നും തന്നെ കിട്ടിയില്ല. ഇത് ശരിക്കും ആ ശുചിത്വ തൊഴിലാളിയെ വല്ലാതെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു. അദ്ദേഹത്തിന് വല്ലാത്ത ആശങ്കയുമായി. ഇവിടെയല്ലേ താൻ കുഴിച്ചിട്ടത്, എന്തുകൊണ്ട് ഇവിടെ ഒരു മനുഷ്യാവശിഷ്ടങ്ങളും കാണുന്നില്ല, ഇങ്ങനെ അദ്ദേഹം തന്നെ ചിന്തിക്കാൻ തുടങ്ങി. വല്ലാത്ത ഒരു ഞെട്ടലും ഉണ്ടായി. ഇപ്പൊ SIT ടീം ചെയ്തത് ഈ പാൻ കാർഡ് ആരുടേതാണെന്ന് അന്വേഷിച്ചു. അന്വേഷണത്തിന്റെ അവസാനം ആ പ്രദേശത്തിന് താമസിക്കുന്ന സുരേഷ് എന്നൊരു വ്യക്തിയുടേതായിരുന്നു. ഇനി ഡെബിറ്റ് കാർഡ് ആരുടേതാണെന്ന് നോക്കുമ്പോൾ അത് സുരേഷിന്റെ അമ്മയുടേതാണ്. ഇതിലൂടെ അവരുടെ വിലാസം കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ SIT ടീം വിലാസം കണ്ടെത്തി ഉടൻ അവരുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഈ ഡെബിറ്റ് കാർഡിന്റെ ഓണറായ ഒരു സ്ത്രീ ജീവിച്ചിരിപ്പുണ്ട്. എന്നാൽ പാൻ കാർഡിന്റെ ഉടമസ്ഥൻ സുരേഷ് എന്ന വ്യക്തി മരിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞത്
സുരേഷ് എൻ്റെ മകൻ തന്നെയാണ്. 2025 മാർച്ച് മാസം മരിച്ചു. അവന് കുറെ ദിവസമായി സുഖമില്ലായിരുന്നു. അമിതമായി മദ്യപിക്കുമായിരുന്നു. അങ്ങനെ മഞ്ഞപ്പിത്തം ബാധിച്ച് കരൾ തകരാറിലായി അവൻ മരിച്ചു. ഞങ്ങളും അവനെ അടക്കം ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ അവന്റെ പാൻ കാർഡ്, ഈ ഡെബിറ്റ് കാർഡ്, ഇതൊക്കെ ധർമ്മസ്ഥലയിൽ എങ്ങനെ വന്നുവെന്ന് ആർക്കും അറിയില്ല. പോലീസ് ഓഫീസേഴ്സ് പറയുന്നത് ഒരു പക്ഷെ അവൻ ഈ ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുണ്ടാകാം, അതെങ്ങനെയെങ്കിലും അവന് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം, കാലക്രമേണ അത് ഈ മണ്ണിനടിയിൽ മറഞ്ഞിട്ടുണ്ടാകാം. മൊത്തത്തിൽ ഈ സൈറ്റ് നമ്പർ 1 മുതൽ 5 വരെയും കുഴിച്ചു നോക്കിയതിൽ ഇവർക്ക് ലഭിച്ചത് ഇത്ര മാത്രമാണ്. അതിനുശേഷം ജൂലൈ മാസം 31-ാം തീയതി അവർ സൈറ്റ് നമ്പർ 6 വളരെ ആഴത്തിൽ കുഴിച്ചു നോക്കി. ഇവിടെയാണ് SIT ടീമിന് ഒരു വലിയ ബ്രേക്ക് ത്രൂ ലഭിക്കുന്നത്. ആ സൈറ്റ് നല്ല ആഴത്തിൽ തന്നെ കുഴിച്ചു നോക്കിയപ്പോൾ അതിനുള്ളിൽ മനുഷ്യന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. അതായത് ഏകദേശം 23 അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തുന്നു. ഈ സിനിമയിലൊക്കെ കാണിക്കുന്നത് പോലെ ഒരു പൂർണ്ണമായ അസ്ഥികൂടമല്ല ലഭിച്ചത്. ഇവയെല്ലാം പ്രത്യേകം ഫ്രാഗ്മെന്റ്സ് ആയിട്ടാണ് കിട്ടിയത്. മൊത്തം 23 കണ്ടെത്തി. അതിൽ ആ മനുഷ്യന്റെ സ്കൽ, തലയോട്ടിയില്ല. ഈ 23 എല്ലിൻ കഷ്ണങ്ങളും ഫോറൻസിക് ഓഫീസേഴ്സ് നോക്കുന്നു. ആ സമയം പരിശോധന ആരംഭിച്ചില്ല. ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ തന്നെ അവർ ഒന്ന് അനുമാനിക്കാൻ തുടങ്ങി, ഇതൊരു പുരുഷനായിരിക്കാൻ സാധ്യതയുണ്ടെന്ന്. പിന്നെ ഈ അസ്ഥി കഷ്ണങ്ങൾ വളരെയധികം ഒടിഞ്ഞിരിക്കുന്നതിനാൽ ഒരു പക്ഷേ ഈ ഒരു വ്യക്തിയുടെ അവസാന നിമിഷം വളരെ ഭയാനകമായിരുന്നിരിക്കാൻ സാധ്യതയുണ്ടെന്നും അവർ തന്നെ പറയുന്നു. ഇനി എന്ത് തന്നെ ആയാലും ഇത് യഥാർത്ഥത്തിൽ ഒരു പുരുഷന്റേതാണോ സ്ത്രീയുടേതാണോ, അവസാനത്തെ മരണം എങ്ങനെയായിരുന്നു, മരിച്ചത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഫോറൻസിക് പരിശോധന നടത്തണം. അങ്ങനെ സൈറ്റ് നമ്പർ 6-ൽ വെച്ച് 23 എല്ലിൻ കഷ്ണങ്ങളും അവർ പുറത്തേക്കെടുത്ത് ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വരെയും സൈറ്റ് നമ്പർ 6 മാത്രമേ അവർ കുഴിച്ചു നോക്കിയിട്ടുള്ളൂ. ഒരുപക്ഷെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് അതിലും കൂടുതൽ സൈറ്റ് 7-ഓ 8-ഓ ഒക്കെ അവർ കുഴിച്ചു നോക്കിയിട്ടുണ്ടാകാം, അറിയില്ല. ഇതിനിടയിൽ ഈ ശുചിത്വ തൊഴിലാളി പറയുന്നത്, ഞാൻ സൈറ്റ് നമ്പർ 6-ൽ ഒരുപാട് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ 100 കണക്കിന് പെൺകുട്ടികളുടെ ഡെഡ് ബോഡി കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഒന്നുപോലും ലഭിക്കുന്നില്ല. ഇനി ലഭിച്ചൊരു അസ്ഥികൂടം പോലും അതൊരു പുരുഷന്റേതാകാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഇദ്ദേഹം പറഞ്ഞത് സ്ത്രീകളെ മാത്രമാണ് ഞാൻ കുഴിച്ചിട്ടത് എന്നും, പിന്നെ എങ്ങനെ ഇവിടെ ഒരു പുരുഷന്റെ റിമൈൻസ് വന്നു എന്നുള്ളതും എല്ലാവർക്കും ഒരു ചോദ്യമായി ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ബാക്കിയുള്ള 7 മുതൽ 13 വരെയുള്ള സൈറ്റ് പൂർണ്ണമായും ആഴത്തിൽ കുഴിച്ചെടുത്ത് അതിൽ എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുമെന്നുള്ളത് അറിയണം. കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ആദ്യം അറിയണം. ഇനി കിട്ടിയ തെളിവുകളെല്ലാം ശേഖരിച്ച് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ ഈ വിസിൽ ബ്ലോഗർ പറയുന്നതിൽ എത്രത്തോളം സത്യമുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ചില ഗവേഷകരും ഫോറൻസിക് വിദഗ്ധരും പറയുന്നത് ഇന്നുവരെയും സൈറ്റ് 1 മുതൽ 5 വരെയും കുഴിച്ചു നോക്കി. അതും 6-ന്റെ കരയിലായിരുന്നു കുഴിച്ചു നോക്കിയത്. ഇദ്ദേഹം മുൻപ് പറഞ്ഞിരുന്നത്, അതായത് മൊഴി കൊടുത്തപ്പോൾ പറഞ്ഞിരുന്നത്, ഈ നദീതടത്തിൽ കുഴിച്ചിട്ടപ്പോൾ ഏകദേശം 3 അടിക്കപ്പുറം പോയിട്ടില്ല, 3 അടി പോലും പോയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഒരു ഷാലോ ഗ്രേവ്, അതിനുള്ളിലാണ് കുഴിച്ചിട്ടത്. പോരാത്തതിന് ഈ ഒരു സംഭവം നടന്നിട്ട് 10-20 വർഷമായി. അപ്പോൾ അതിനുശേഷം എത്രത്തോളം മഴ അവിടെ പെയ്തിട്ടുണ്ടാകും, എത്രത്തോളം നദിയിലെ ജലം പൊങ്ങി കരയിലേക്ക് വന്നിട്ടുണ്ടാകും, വെള്ളപ്പൊക്കം ഉയർന്നിട്ടുണ്ടാകും. അപ്പോൾ ഈ വെള്ളമെല്ലാം ഇങ്ങോട്ടേക്ക് കരയിലേക്ക് വരുമ്പോൾ അവിടെ വളരെ ആഴം കുറഞ്ഞ സ്ഥലത്ത് കുഴിച്ചിട്ട ഈ ഡെഡ് ബോഡീസിനെയും അതിൻ്റെ അവശിഷ്ടങ്ങളെയെല്ലാം ആ വെള്ളം ഒഴുക്കിക്കൊണ്ടു പോയിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത്. അതും ശരിയാണ്. ശരി, ഇപ്പോൾ ഇത്തരം ഒരു വലിയ പ്രദേശം ഇദ്ദേഹം പറഞ്ഞ ഈ 13 സ്ഥലങ്ങളിൽ കുഴിച്ചിട്ടും കണ്ടെത്തിയില്ലെങ്കിൽ പോലും ശരിക്കും അവിടെ എന്ത് സംഭവിച്ചെന്നുള്ളത് എങ്ങനെ കണ്ടെത്താൻ സാധിക്കും? ഇതിനെക്കുറിച്ച് വിദഗ്ധ ശാസ്ത്രജ്ഞന്മാർ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ദയവ് ചെയ്ത് ടെക്നോളജി ഉപയോഗിക്കുക. ഇദ്ദേഹം പറയുന്നു എന്നുള്ളതിന് വേണ്ടി ആ ഒരു സ്ഥലത്ത് മാത്രം കുഴിച്ചു നോക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ശരിയാണ്, നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. 8 അടി 13 അടിയൊക്കെ കുഴിച്ചു നോക്കുന്നത് ഒരു വലിയ കാര്യമാണ്. അതും ഈ നദിക്കൊക്കെ അരികിൽ അത്രയേറെ JCB മെഷീൻസ് ഒക്കെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ മനുഷ്യരെ കൊണ്ട് പണിയെടുപ്പിച്ച് അത്രയും മണ്ണൊക്കെ പുറത്തെടുത്ത് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതൊന്നും ലളിതമായ കാര്യമല്ല. ഒരു പക്ഷേ അതുകൊണ്ട് നിങ്ങളിങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്നതിനേക്കാളും നല്ലത് ബുദ്ധിപൂർവ്വമാണ് പ്രവർത്തിക്കേണ്ടത്. ഗ്രൗണ്ട് പെനട്രേഷൻ റഡാർ യൂസ് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. അതുപയോഗിച്ച് ഏത് സ്ഥലത്ത് ഡെഡ് ബോഡീസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇദ്ദേഹം ഒരു ലൊക്കേഷൻ പറയുന്നു എന്നുണ്ടെങ്കിലും ആ ലൊക്കേഷൻ പ്ലസ് അതിന് ചുറ്റുമുള്ള ചില സ്ഥലങ്ങൾ കൂടെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം ഈ ഒരു റഡാർ ഉപയോഗിച്ച്. പിന്നീട് അതിലെന്തെങ്കിലും തെളിയുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കുഴിച്ചു നോക്കുക. ഇങ്ങനെയാണ് എല്ലാ ശാസ്ത്ര വിദഗ്ധരും ഉപദേശിക്കുന്നത്. GPR എന്ന ഈ ഒരു ഉപകരണം ഉപയോഗിക്കണമെന്നുള്ളതാണ് എല്ലാവരുടെയും ശുപാർശ.
ഈ വീഡിയോ ചെയ്യുന്ന ഈ ഒരു സമയം വരെയും 6 സൈറ്റ് മാത്രമേ കുഴിച്ചു നോക്കിയിട്ടുള്ളൂ. അതിലും ഈ ഒരു പുരുഷന്റെ ഡെഡ് ബോഡി എന്ന് പറയപ്പെടുന്ന അതൊന്നും മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. ബാക്കി 7 മുതൽ 13 ഇടങ്ങൾ തിരഞ്ഞു നോക്കും. അതിൽ എന്ത് ലഭിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഈ ഒരു അന്വേഷണം ഏത് ദിശയെ നോക്കി യാത്ര ചെയ്യുമെന്നുള്ളത് നമ്മെ കൊണ്ട് പോലും കണ്ടെത്താൻ കഴിയുകയുള്ളൂ. നിങ്ങൾക്കും എനിക്കും മാത്രമല്ല എല്ലാവർക്കുമുള്ള ഒരു ആശ്ചര്യം, ഇദ്ദേഹം 100 കണക്കിന് സ്ത്രീകളുടെ മൃതദേഹം അവിടെ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഒരു ഡെഡ് ബോഡി പോലും നമുക്ക് കൊണ്ട് കണ്ടെത്താൻ കഴിയില്ലേ? 6 ഇടങ്ങളിൽ കുഴിച്ചു നോക്കി. ഒരു പക്ഷെ അദ്ദേഹം പറഞ്ഞ 1-2 ഇടങ്ങൾ ഒരു പക്ഷെ തെറ്റായി പറഞ്ഞിട്ടുണ്ടാകാം. അത് സ്വാഭാവികം. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു 50 വയസ്സായിട്ടുണ്ടാകും. ഈ ഡെഡ് ബോഡി കുഴിച്ചിട്ടത് 13 വർഷങ്ങൾക്ക് മുൻപാണ്. ഒരു പക്ഷേ അദ്ദേഹം പറഞ്ഞ ആ ഒരു സ്ഥലത്തെ ആ ഒരു സ്ട്രക്ചർ, അവിടെ വളരുന്ന മരങ്ങൾ, ചെടികൾ, ഇതിൻ്റെയൊക്കെ ഒരു സ്ഥാനം മാറിയിട്ടുണ്ടാകാം. ഭൂമിക്ക് എത്രയേറെ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. അതുമാത്രമല്ല, ഇനി ഡെഡ് ബോഡിയൊക്കെ കുഴിച്ചിട്ടത് രാത്രി കാലങ്ങളിലാണ്. രാവിലെ ഒന്നും ഡെഡ് ബോഡി എടുത്ത് കൊണ്ടുപോയി കുഴിച്ചിടാൻ കഴിയില്ല. അപ്പോൾ രാത്രി കുഴിച്ചിടുമ്പോൾ ഏത് സ്ഥലത്ത് കുഴിച്ചിട്ടു എന്നുള്ള ഒരു ഐഡന്റിറ്റി വർഷങ്ങൾക്ക് ശേഷമായതുകൊണ്ട് അദ്ദേഹത്തിന് മറന്നു പോകാനും സാധ്യതയുണ്ട്. തെറ്റായ ഒരു സ്ഥലം പോയിന്റ് ഔട്ട് ചെയ്തിരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ പരിഗണിക്കണം. അങ്ങനെ നോക്കിയാലും 1-2 സ്ഥലങ്ങൾ തെറ്റായി പറഞ്ഞിരിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തുതന്നെ ആയാലും ഈ കുഴിച്ച സ്ഥലങ്ങളിൽ പോലും ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡി പോലും ലഭിച്ചില്ല എന്നുള്ളത് എല്ലാവരെയും തീർച്ചയായും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഇനി ഞാൻ ഏതോ ഒരു വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സോയിൽ ടെസ്റ്റിനെ കുറിച്ച്. ഒരു പക്ഷേ സോയിൽ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള മണ്ണെടുത്ത് പരിശോധിച്ചാൽ ഇതിനകം അവിടെ ഉണ്ടായിരുന്ന ഡെഡ് ബോഡി എടുത്തു മാറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഫോറൻസിക് ടീം ഇങ്ങനെയുള്ള സോയിൽ ടെസ്റ്റ് ചെയ്ത് അത്യാധുനിക ടെക്നോളജീസ് യൂസ് ചെയ്യണം. ഒരു പക്ഷെ അടുത്ത 1-2 ആഴ്ചയിൽ നമുക്ക് പ്രതീക്ഷിക്കുന്ന എന്തെങ്കിലും ഒരു തെളിവ് ലഭിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ 13 സൈറ്റും കുഴിച്ചു നോക്കി അവിടെ നിന്ന് സ്ത്രീകളുടെ റിമൈൻസ് ഒന്നും ലഭിച്ചില്ല. പകരം ഈ ഒരു പുരുഷന്റെ റിമൈൻസ് മാത്രമേ ലഭിച്ചുള്ളൂ. അതും ഒരു പക്ഷേ അടക്കം ചെയ്തതിൽ അല്ലെങ്കിൽ അപകടകരമായി അവിടെ എന്തെങ്കിലും വന്നിട്ടുണ്ടാകാം. അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു രീതിയിൽ ആ കേസ് അങ്ങ് ക്ലോസ് ചെയ്യാനും സാധ്യതയുണ്ട്. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ആദ്യത്തെ 6 സൈറ്റിലും നമുക്കുണ്ട് എന്തുകൊണ്ട് ഒരു ഡെഡ് ബോഡി പോലും കണ്ടെത്താൻ സാധിച്ചില്ല? അതിനുള്ള കാരണം എന്തായിരിക്കും? ഒരുപാട് കാരണങ്ങളുണ്ട്. ഇനി പോസിബിലിറ്റി ഉള്ള ഒരു കാര്യം, ശരിക്കും അവിടെ ഡെഡ് ബോഡി ഉണ്ടായിരുന്നു, ഇതിന് പുറകിലുള്ള കുറേ വൻപന്മാർ ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കവിടെ ഉപേക്ഷിച്ച് കളയാനാകില്ല ആ ഒരു കാര്യവും. അതുകൊണ്ട് എന്തുതന്നെ ആയാലും ചെറിയൊരു ക്ലൂ എങ്കിലും നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അതിനെ വെച്ചുകൊണ്ട് മറ്റൊരുപാട് സത്യം പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയും. എന്തായാലും ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഈ ഒരു കേസിനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ വിക്കിവോക്സ് മലയാളം നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.